തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാൻ സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കാൻ ദക്ഷിണ റെയിൽവേ 92.31 കോടി രൂപ അനുവദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കായംകുളത്തേക്ക് സിഗ്നൽ സംവിധാനം നവീകരിക്കാൻ 38.70 കോടി രൂപയും റെയിൽവേ അനുവദിച്ചു. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള അനന്തപുരി എക്സ്പ്രസ്, താമ്പരത്തു നിന്നുള്ള കൊല്ലം എക്സ്പ്രസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിലോടാം. ആദ്യം തിരുച്ചിറപ്പള്ളി ദിണ്ടിഗൽ 96 കിലോമീറ്റർ പാതയ്ക്ക് 25.75 കോടി രൂപ ചിലവിലും ദിണ്ടിഗൽ തിരുനെൽവേലി 220 കിലോമീറ്റർ പാതയ്ക്ക് 37.14 കോടി രൂപ ചിലവിലും തിരുനെൽവേലി തിരുവനന്തപുരം 142 കിലോമീറ്റർ റൂട്ടിൽ 29.42 കോടി രൂപ ചിലവിലുമാണ് നവീകരിക്കുക. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം റെയിൽപാത നവീകരണം പൂർത്തിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് കായംകുളത്തേക്കുള്ള സിഗ്നൽ സംവിധാനവും നവീകരിക്കും. തിരുവനന്തപുരം കായംകുളം 106 കിലോമീറ്ററിലെ സിഗ്നൽ സംവിധാനം നവീകരിക്കുന്നതിനായി 38.70 കോടി രൂപയും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ എല്ലാ റൂട്ടിലും ട്രെയിനുകളുടെ വേഗത 130 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്. വിവിധ റൂട്ടുകളിൽ വളവ് നികത്തലും സിഗ്നലിംഗ് മെച്ചപ്പെടുത്തിയുമാണ് ഇത്. നിലവിൽ ചെന്നൈ ആർക്കോണം, ചെന്നൈ ഗുഡൂർ ആർക്കോണം, ജോളാർപേട്ട റൂട്ടിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ചെന്നൈ തിരുച്ചിറപ്പള്ളി, ജോളാർപേട്ട, കോയമ്പത്തൂർ റൂട്ടുകളിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയുമാണ്. ചെന്നൈ ബംഗളൂരു റൂട്ടിന്റെ ഭാഗമായ ആർക്കോണം, ജോളാർപേട്ട വരെയുള്ള സിഗ്നൽ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ചെന്നൈ ഗുഡൂർ, ചെന്നൈ ആർക്കോണം റൂട്ടിൽ റെയിൽവേ ട്രാക്കിന്റെ ഇരുവശവും കോൺക്രീറ്റ് വേലി നിർമ്മിക്കുന്ന പ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഭൂരിഭാഗം റെയിൽവേ റൂട്ടുകളും 130 കിലോമീറ്റർ വേഗത കൈവരിക്കത്തക്ക രീതിയിൽ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ അധികൃതർ. നിലവിൽ ചെന്നൈ ആർക്കോണം, ചെന്നൈ ഗുഡൂർ ആർക്കോണം, ജോലാർപേട്ട പാതകളിൽ ഈ വേഗതയിൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുമുണ്ട്. സുരക്ഷ മുൻനിർത്തി ചെന്നൈ ഗുഡൂർ, ചെന്നൈ ആർക്കോണം റൂട്ടുകളിൽ പാതയുടെ ഇരുവശത്തും കോൺക്രീറ്റ് വേലികൾ നിർമ്മിക്കുന്ന ജോലികളും പുരോഗമിക്കുന്നുണ്ട്. ചെന്നൈ തിരുച്ചിറപ്പള്ളി, ജോലാർപേട്ട, കോയമ്പത്തൂർ പാതകളിലും സമാനമായ രീതിയിൽ വേഗത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നു. ചെന്നൈ ബംഗളൂരു റൂട്ടിലെ ആർക്കോണം മുതൽ ജോലാർപേട്ട വരെയുള്ള സിഗ്നൽ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. സിഗ്നലിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. അതിനിടെ വിഷു അവധിയിൽ മലയാളികൾക്ക് നാട്ടിലെത്താൻ ഇനി വിഷമിക്കേണ്ട 2 സ്പെഷ്യൽ ട്രെയിനുകളാണ് കേരളത്തിലേക്ക് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉത്സവ സീസണിലെ തിരക്ക് കുറയ്ക്കാനായി ചെന്നൈ എഗ്മൂറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഓരോ സർവീസുകൾ വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട് ഡിവിഷൻ വഴി കടന്നുപോകുന്ന ട്രെയിനുകളുടെ സമയക്രമവും സ്റ്റോപ്പുകളുടെ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ ചെന്നൈ ഇഗ്നോർ തിരുവനന്തപുരം നോർത്ത് ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ 10 രാത്രി 11:55 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് സേലം, തിരുപ്പൂർ, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം വഴി പിറ്റേന്ന് വൈകിട്ട് 6 തിരുവനന്തപുരം നോർത്തിലെത്തും. തിരിച്ച് ഏപ്രിൽ 15 വൈകിട്ട് 3:45 മടക്ക സർവീസും നടത്തും. ചെന്നൈയിൽ ഏപ്രിൽ 16 ഉച്ചയ്ക്ക് 11:45 എത്തിച്ചേരും. 10 സ്ലീപ്പറും 4 തേർഡ് എസിയും 4 ജനറൽ കോച്ചുകളുമാണ് ഉള്ളത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ചെന്നൈ സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ എക്സ്പ്രസ് സ്പെഷ്യൽ ഏപ്രിൽ 15 വെളുപ്പിനെ 3:10 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:55 കൊല്ലത്തെത്തും. പാലക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത്. കൊല്ലം ജംഗ്ഷൻ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ഏപ്രിൽ 16 രാവിലെ 10:40 പുറപ്പെട്ട് പുലർച്ചെ 3:30 ചെന്നൈയിലെത്തും. 16 AC കോച്ചുകളാണ് ഇതിലുള്ളത്. കൂടാതെ മറ്റൊരു മാറ്റവും ഇന്ത്യൻ റെയിൽവേയിൽ വരുന്നു. ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സുഗമവും ആശ്വാസകരവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനായി ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റുന്നതിനുള്ള നിയമങ്ങളിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ യാത്രക്കാർക്ക് തങ്ങൾ കയറേണ്ട സ്റ്റേഷനിൽ മാറ്റം വരുത്താം. അവസാന നിമിഷം യാത്രകളിൽ മാറ്റം വരുത്തേണ്ടി വരുന്നവർക്കും നിശ്ചിത സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്താൻ സാധിക്കാത്തവർക്കും ഈ പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും. പുതിയ മാറ്റം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമമനുസരിച്ച് രണ്ടാമത്തെയും അവസാനത്തെയും റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതുവരെ യാത്രക്കാർക്ക് ബോർഡിംഗ് പോയിന്റ് മാറ്റാനുള്ള സൗകര്യവും ലഭ്യമാണ്. സാധാരണയായി ട്രെയിൻ അതിന്റെ പ്രാരംഭ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപാണ് ഈ ചാർട്ട് തയ്യാറാക്കുന്നത്. ഈ സമയം വരെ യാത്രക്കാർക്ക് തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ബോർഡിംഗ് സ്റ്റേഷൻ പരിഷ്കരിക്കാം. മാർച്ച് 24 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം ഔദ്യോഗികമായി പങ്കുവച്ചത്. ഒറിജിനൽ സ്റ്റേഷനിലെത്താൻ വൈകിയാലും ബോർഡിംഗ് പോയിന്റ് മാറ്റുന്നതിലൂടെ യാത്രക്കാരുടെ സ്ഥിരീകരിച്ച സീറ്റുകൾ നഷ്ടപ്പെടില്ലെന്ന് ഈ സംവിധാനം ഉറപ്പാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.